ഒരിക്കൽ ഒരു കുട്ടി ഭിത്തികളില്ലാത്ത പള്ളിയിൽ ആരാധനയ്ക്കായി പോയി. തൂണുകളിലായിരുന്നു ആ പള്ളി നിന്നിരുന്നത്. പള്ളിയുടെ നടുവിൽ ഒരു വിളക്ക് ചങ്ങലയിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അന്ന് ഒരു കാറ്റടിച്ചപ്പോൾ വിളക്ക് ആടാൻ തുടങ്ങി. ആ കുട്ടി അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യം വളരെ ദൂരത്തിൽ ആടിയ വിളക്ക് ക്രമേണ ചെറിയ ദൂരത്തിൽ ആടാൻ തുടങ്ങി. പക്ഷേ ദൂരത്തിൽ ആടിയപ്പോഴത്തെ സമയം ചെറുതായി ആടിയപ്പോഴും വേണ്ടി വരുന്നു എന്ന് ആ കുട്ടിക്ക് തോന്നി. സമയം നോക്കുവാൻ വാച്ചില്ലായിരുന്നു. പൾസ് പിടിച്ച് സമയം മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. ഓരോ ആട്ടത്തിൻ്റെയും സമയം പൾസ് പിടിച്ച് മനസ്സിലാക്കുവാൻ പ്രയാസമായതിനാൽ 10 ആട്ടത്തിനുള്ളിൽ എത്ര പൾസ് അടിക്കുന്നു എന്ന് നോക്കി. വലിയ ദൂരത്തിൽ ആടിയപ്പോഴും ദൂരം കുറഞ്ഞപ്പോഴും പൾസിൻ്റെ എണ്ണം തുല്യമായിരുന്നു. പിന്നീട് വീട്ടിൽ ചെന്ന് കയറിൽ കല്ല് കെട്ടി പരീക്ഷണം ആവർത്തിച്ചു. കയറിൻ്റെ നീളം കൂടുമ്പോൾ ആട്ടത്തിന് കൂടുതൽ സമയം വേണമെന്ന് മനസ്സിലാക്കി. വ്യത്യസ്ത ഭാരമുള്ള കല്ലുകൾ കെട്ടി നോക്കി. ഭാരത്തിൻ്റെ വ്യത്യാസം സമയവ്യത്യാസത്തിന് കാരണമാകുന്നില്ല എന്നും മനസ്സിലാക്കി. ആ കുട്ടിയാണ് പിൽക്കാലത്ത് വലിയ ശാസ്ത്രജ്ഞനായി തീർന്ന ഗലീലിയോ. ഗലീലിയോ കണ്ടെത്തിയ ഈ പ്രമാണങ്ങളെ ആധാരമാക്കിയാണ് പിന്നീട് ക്രിസ്റ്റ്യൻ ഹൈഗൻസ് പെൻഡുലം ക്ലോക്കുകൾ നിർമ്മിക്കുവാൻ ഇടയായത്. എത്ര ആശ്ചര്യകരമായ കഴിവുകളാണ് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ കഴിവുകളെ വേണ്ട വിധം ഉപയോഗിക്കാത്തവരാണ് മിക്ക ആളുകളും. തലയിൽ ആപ്പിൾ വീണത് മൂലം ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടനും കുളത്തിൽ ചാടിയപ്പോൾ വെള്ളം കവിഞ്ഞത് കണ്ട് രാജാവിൻ്റെ കിരീടത്തിലെ സ്വർണത്തിൻ്റെ മാറ്റു മനസ്സിലാക്കുവാൻ ഫോർമുല കണ്ടുപിടിച്ച ആർക്കിമിഡീസും മറ്റും നമ്മുടെ മുൻപാകെ വയ്ക്കുന്ന വെല്ലുവിളികൾ എത്ര വലിയ സാധ്യതകളിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ മാത്രമല്ല, ജീവിത രീതിയിൽ വരുത്തേണ്ട ധാർമ്മിക മാറ്റങ്ങളും ഇതുപോലെ പ്രധാനപ്പെട്ടതാണ്. ചുറ്റുപാടും നടക്കുന്ന അധാർമിക സംഭവങ്ങൾ സമൂഹത്തിൽ ഉളവാക്കുന്ന അധപ്പതനം എത്ര വലുതാണ്. സമൂഹത്തെ ധാർമ്മിക നിലവാരത്തിൽ നിലനിർത്തുവാൻ നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതല്ലേ?